ചുരിയും വന്ദയോർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ സാധുവാകുമെന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എന്നെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ യേശുവേ യേശുവേ. നന്ദിയുടെ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. സകലത്തിനും അധികാരമുള്ളവനായ സകലത്തിന്റെയും ഉറവിടമായിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഈ വിശുദ്ധ പകൽക്കാലമായിരിക്കാൻ ദൈവം നമ്മെ കൂട്ടിവരുത്തി. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് കൂട്ടിവരുത്തട്ടെ. ക്ഷേമത്തോടുകൂടെ സന്തോഷത്തോടെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനുള്ള ദൈവകൃപ ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരേണ്ടതിനായി ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നോട് കരുണ തോന്നണമേ. അവിടുന്ന് മനസ്സിലെയുമാറാകണമേ. അവിടുന്ന് അങ്ങയുടെ രക്തത്താൽ അങ്ങയുടെ വചനത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ തിരുവചനം കേൾവിക്കായി എന്റെ കാതുകളെയും എന്റെ ഹൃദയത്തെയും തുറക്കുമാറാകണമേ. അവിടുന്ന് എന്നോട് മനസ്സിലെയുമാറാകണമേ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ദൈവം മനസ്സിലെയുമാറാകണമേ. രോഗികൾ സൗഖ്യമാകുവാൻ കർത്താവിടെയാക്കണമേ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സഭായോഗം നാം പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ പുത്രന്, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ വീണ്ടെടുപ്പ് കാരണമാകുന്ന ക്രിസ്തുയേശുവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ പരിപാലിച്ചല്ലോ, ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. വരാമായിരുന്ന ആപത്ത്, വരാമായിരുന്ന അനർത്ഥങ്ങളിൽ നിന്ന്, രോഗദുഃഖാദികളിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന സൗഖ്യത്തെ ഓർത്ത് ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച ഞങ്ങളുടെ സംരക്ഷ
സംരക്ഷണത്തിനായി ഞങ്ങൾ അവിടുന്ന് നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം കൂട്ടിക്കൊണ്ടുവന്ന ഞങ്ങളുടെ ജനത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആത്മാവിലും സത്യത്തിലോ ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ കരങ്ങളെയോ ഞങ്ങളുടെ നാവുകളെയോ ഞങ്ങളുടെ യാത്രകളെയോ ഇന്ന് പകൽക്കാലം ദൈവം ബലപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പാട്ടുകൾ പാടുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. നല്ല സങ്കീർത്തനം ഇന്ന് പകൽക്കാലത്തെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണമേ. കർത്താവെ, നല്ല സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വചനം പറയുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിട്ടുള്ള ആരും നിരാശയോടെ മടങ്ങരുത്, ആരും ഭാരത്തോടെ പോകരുത്. ഒരു കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ആനന്ദത്തോടുകൂടെ മടങ്ങുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയോ ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളുടെ തിരുവചനത്തിൽ ഞങ്ങൾ അവിടുന്ന് വായിക്കുന്നുവല്ലോ. കർത്താവേ, നിശ്ചയമായി ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോകുന്ന ഞങ്ങളുടെ കൃപയ്ക്കായി ഞങ്ങൾ അവിടുന്ന് സ്തോത്രം ചെയ്യുകയാണ്. പുതിയ തീരുമാനത്തോടെ, പുതിയ ബലത്തോടെ, പുതിയ കൃപയോടെ ദൈവം ഞങ്ങളെ പറഞ്ഞയക്കുമാറാകണമേ. കർത്താവേ, ആമേൻ. ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വലിയൊരു ആത്മമാരി ഇന്ന് പകൽക്കാലോ ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് പെയ്തിറങ്ങുന്ന പകലാക്കി മാറ്റണമേ. ചില രോഗികൾ സൗഖ്യമാകുവാൻ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ചില പുതിയ തീരുമാനവും ദൈവസന്നിധാനത്തിൽ പുതിയ പ്രതിഷ്ഠയും എടുത്തുകൊണ്ട് കർത്താവിന്റെ പാദാന്തിയായിരിക്കാൻ ദൈവം ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, യുവതി യുവാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ അവിടുന്ന് താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആത്മാർത്ഥമായി ദൈവത്തെ പാടി സ്തുതിക്കാം. യേശുനാമം അതിശയനാമം
സത്യത്തിലും ആരാധന 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 യാഹോവ ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ആരാധന ആരാധന യാഹോവ ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹോവ ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന അമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന അമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന 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 യാഹോവ ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹോവ ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന മരുഭൂമിയിൽ മന്നമാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന വെളുത്ത മലയിൽ എത്തിയയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന വെളുത്ത മലയിൽ എത്തിയയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന 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 യാഹോവ ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹോവ ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ആരാധന ആരാധന യാഹോവ ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹോവ ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ആരാധന ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയുവാൻ
മഹത്വത്തിന് യോഗ്യൻ, സകല പുകഴ്ചയ്ക്ക് യോഗ്യൻ, ആരിലും ഉന്നതനായിരിക്കുന്നവൻ. ഹല്ലേലൂയ, ഉയർന്നിരിക്കുന്നവനും. ആമേൻ. സ്തോത്രം. ശാശ്വതവാസിയുമാകുന്ന ഞങ്ങളുടെ കർത്താവിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കൂട്ടിവരുത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാം. ഈ വിശുദ്ധ സഭായോഗത്തിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് സാവകാശമൊരുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാകുന്ന ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്കായി അവിടുന്ന് നമുക്ക് നന്ദി പറയാം. നമ്മെ പോലെയുള്ള അനേക പ്രിയപ്പെട്ടവർ ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗക്കിടക്കയിലും നിലവിളിയോടെ കണ്ണുനീരോടെ ദിനരാത്രങ്ങൾ തള്ളി നീക്കുമ്പോൾ ദൈവം നമ്മോട് കാണിച്ച ആ ദൈവിക പരിപാലനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറകളെയും ആമേൻ ദൈവസഭയാം എല്ലാ കുടുംബങ്ങളെയും ദൈവം പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങൾ ചേർന്ന് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തി. പ്രാർത്ഥിപ്പാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നമുക്ക് നൽകി തരട്ടെ. നല്ല സങ്കീർത്തനം കർത്താവ് നമുക്ക് ദാനം ചെയ്യട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക പ്രബോധനങ്ങളും സന്ദേശങ്ങളും കേൾക്കുവാൻ നമ്മുടെ ഹൃദയകാതുകളെ ദൈവസന്നിധിയിൽ നമുക്ക് തുറക്കാം. കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മീക ജീവിതത്തിന് അതൊരു അനുഗ്രഹമായി തീരുവാൻ, ഒരു മുതൽക്കൂട്ടായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറയുവാൻ കർത്താവ് അവർക്ക് ബലം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, യുവതി യുവാക്കൾ, നമ്മുടെ കുഞ്ഞുകുട്ടികൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. രോഗികളായി, ശാരീരിക ക്ഷീണമുള്ളവരായി പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കുവാൻ, വിടുവിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നടക്കുന്ന ഈ വിശുദ്ധ സഭായോഗം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കണ്ണുകൾ അടച്ച് സ്തോത്രത്തിൽ ജാഗരിക്കുമ്പോൾ, സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ആദ്യം പ്രിയ ഷീജ സിസ്റ്റർ പ്രാർത്ഥിക്കും. അതിനുശേഷമായി ജോസഫ് ബ്രദറിന്റെ ഇവിടുത്തെ ജെസ്സി സിസ്റ്ററും ആമെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ആമെ പ്രിയ സുദിനം ദൈവസന്നദ്ധയിൽ തുടർന്നുള്ള നമ്മുടെ ആരാധനയെ വഹിച്ചുകൊണ്ട് നാം എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവർ ശബ്ദമുയർത്തി ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord. Hallelujah. Hallelujah. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം.
ആമേൻ. സ്തോത്രം, സ്തോത്രം. Praise the Lord. Amen. സ്തോത്രം. Praise the Lord. Hallelujah. Amen. സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Amen. Hallelujah. Praise the Lord. Hallelujah. Amen. Stotra. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 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 Stotra. Praise the Lord. Amen. Stotra. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Amen. Stotra. 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 നന്ദി രാജാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ വലിയ ദയക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. നല്ല വചനങ്ങൾ കേൾപ്പാൻ ദൈവം കൃപ നൽകുമാറാകണമേ. സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. നല്ല സങ്കീർത്തനങ്ങൾ, നല്ല സാക്ഷ്യങ്ങൾ ദൈവം അനുഗ്രഹിക്കുന്ന നല്ല വചനങ്ങൾ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പാട്ട്, സങ്കീർത്തനം, ആരാധന ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമ്മുടെ ഇരു കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. 119 സങ്കീർത്തനം 49 മുതൽ 72 വരെയുള്ള തിരുവചനങ്ങൾ വാക്യ പ്രതിവാക്യമായി വായിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്വസ്ഥാനങ്ങൾ നമുക്ക് എഴുന്നേൽക്കാം. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നാടിസ്ഥാനം ആശ്രയവനിലത്രേ, യേശു എന്നാടിസ്ഥാനം ആശ്രയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശു
സമർപ്പണത്തോടെ സങ്കീർത്തനത്തിന്റെ 49 മുതൽ 72 വരെയുള്ള തിരുവചനങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കുകയും 71 72 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഞാനിവിടെ വായിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കേണമേ. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. യഹോവേ, രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല താനും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോട് നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കൂ. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം.
ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായി 1000 പൊൻപൊന്ന് നാണയത്തേക്കാൾ 1000 പ്രമാണം എനിക്ക് ഉത്തമം. പ്രിയമുള്ള ദൈവവചനമേ, ആമേ, തിരുവെഴുത്തുകൾ സ്വസ്ഥാനങ്ങളിൽ വെച്ച് നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യുവാനും നന്ദി പറയുവാനുമുള്ള സമയമാണ്. ആമേൻ. കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ ഇന്ന് വരെയും ദൈവം നമുക്ക് നല്ല ദൈവമായിരുന്നു. ആമേൻ. നല്ല സഖിയായി, നല്ല താതനായി, നല്ല പിതാവായി, ആമേൻ, ഒരു ഉത്തമ സ്നേഹിതനെ പോലെ നമ്മോട് ചേർന്നിരുന്ന ദൈവത്തിന്റെ കൃപകളോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരും ആദരങ്ങൾ തുറന്നുകൊണ്ട് നാവുകൾ ചലിച്ചു തുടങ്ങട്ടെ. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. ആരും മൗനമായി നിൽക്കരുത്. ഇന്ന് പകൽക്കാലം വലിയൊരു ആത്മാവിന്റെ പകർച്ച ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്ത ആദരങ്ങളൊന്ന് ചലിപ്പിച്ച് തുടങ്ങട്ടെ. അവായികളൊന്ന് ചലിച്ചു തുടങ്ങട്ടെ. ഇന്ന് പകൽക്കാലം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ ഇതിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ രോഗിയായി നീ ഇവിടെ വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ രോഗത്തിന്റെ കെട്ടുകളെ അടിച്ച് പറഞ്ഞു വിടുന്നൊരു ദൈവം ഇതിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ചില ബന്ധനങ്ങളുടെ നടുവിൽ നീ പെട്ടിരിക്കുന്നെങ്കിൽ ആ കെട്ടുകളെ പൊട്ടിക്കുന്ന അഭിഷേകത്തിന്റെ ആത്മമാരി ഇന്ന് പകൽക്കാലം നമ്മുടെ കൂട്ടായ്മയുടെ നടുവിലുണ്ട്. നല്ല മനോഭാരത്തോടുകൂടെ ഒത്തിരി വിഷമതകളുമായിട്ട് ഒത്തിരി വ്യസനിക്കുന്ന ഹൃദയവുമായിട്ട് ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ശക്തമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ ഇതിന്റെ ഉള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവമക്കൾ കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പൊ ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നദ്ധയിൽ അങ്ങാണ് എന്നെ ഇവിടുന്ന് കൂട്ടിവരുത്തിയത്. ദൈവമാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. എന്റെ നോട്ടത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ സംസാരത്തിൽ, എന്റെ ഇടപാടുകൾ, എന്റെ കൊടുക്ക വാങ്ങലുകളിൽ വന്നുപോയ കുറവുകളെ അങ്ങ് ക്ഷമിക്കണമേ. ഒന്നേറ്റ് പറഞ്ഞാട്ടെ. ആമ ദൈവസന്നിധാനത്തിലൊന്ന് സമർപ്പിച്ചു കൊടുക്കാട്ടെ. ആമ നമ്മുടെ കണ്ണുകളൊന്നും നിറഞ്ഞൊഴുകട്ടെ. നമ്മുടെ ഹൃദയമൊന്നും തകരട്ടെ. നമ്മുടെ മനസ്സൊന്നും തയ്യട്ടെ. ഹൃദയം തുറങ്ങിയവർക്ക് ഗോപാ സമീപത്ത്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. Glory, 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 glory. Hallelujah, hallelujah. ഒരറ്റം മുതൽ മറുതല വരെ ആ ദൈവ സാന്നിധ്യത്തിന്റെ വലിയ പകർച്ച ആത്മാവിൽ കാണുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ആമ സ്വൽപ്പ നിമിഷങ്ങൾ ആമ ദൈവത്തിൽ ആരാധിക്കുവാൻ സമർപ്പിച്ചു കൊടുക്കാതെ ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശക്തിയും ബലവും എന്റെ അവൻ വല്ലവൻ അവൻ ജയോ എന്നുമുള്ളത് നല്ലവൻ അവൻ വല്ലവൻ അവൻ ജയോ എന്നുമുള്ളത് തിരുവെള്ളത്തിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. തിരുവെള്ളത്തിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. Hallelujah, hallelujah, hallelujah.
യഹോവേ നീയൊഴികെ എനിക്കൊരു ബലമില്ല എന്റെ കർത്താവേ എന്റെ യഹോവേ നീയൊഴികെ എനിക്കൊരു ബലമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന് യേശു നല്ലവൻ അവൻ നല്ലവൻ അവൻ നല്ലയോ എന്നുമുള്ളത് യേശു നല്ലവൻ അവൻ നല്ലവൻ അവൻ നല്ലയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൽ ഇരച്ചിപ്പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം പെരുവെള്ളത്തിൽ ഇരച്ചിപ്പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ ഞാൻ തോന്നിക്കാൻ കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാടി വന്നല്ലോ ഞാൻ തോന്നിക്കാൻ കാത്തുകാത്തല്ലോ അവനെങ്കിലേക്ക് ചാടി വന്നല്ലോ നാശകരമായ കുഴിയിൽ നിന്നും കുഴങ്ങൾ തെറ്റി നിന്നും കയറ്റി നാശകരമായ കുഴിയിൽ നിന്നും കുഴങ്ങൾ തെറ്റി നിന്നും കയറ്റി ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും
കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ വായിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തെയും തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ഈ സമയത്ത് ദേവേട്ടൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വിവിധ സാഹചര്യങ്ങളാൽ ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവേ. അവരെല്ലാവരും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്രത്തോളം കർത്താവേ ഞങ്ങളെ കൺമണി പോലെ Praise the Lord. Hallelujah. തിരുസന്നിധിയിലേക്ക് കൂട്ടി വരുത്തിയവൻ കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഭവനങ്ങളിലായിരിക്കുന്ന അനേകരുണ്ട് കർത്താവേ. അവര് കർത്താവെ പിന്മാറ്റക്കാരായിരിക്കുന്നവരുണ്ട് കർത്താവേ. അവരോട് അങ്ങ് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആരാധന കൂട്ടത്തെ അനുഗ്രഹിക്കുമാറാകണമേ. Praise the Lord. Hallelujah. അങ്ങയുടെ ദാസനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് കർത്താവെ അനുഗ്രഹമായി തീരുവാൻ ജനങ്ങൾ Praise the Lord. Hallelujah. കർത്താവെ ദൈവം അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന കൂട്ടത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കർത്താവെ കഴിയുന്നവരെയും കർത്താവിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു പ്രാർത്ഥനയും കടന്നായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിലിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ തിരുനാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധാനത്തിൽ നമുക്കൊരുമിച്ച് കടന്നു വരുവാനും കർത്താവിനെ പാടി ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാനുള്ള സാവകാശം ദൈവം നമുക്ക് നൽകി തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ തിരുനാമത്തിൽ സ്നേഹവന്ദനത്തെയും നന്ദിയെയും അറിയിക്കുകയാണ്. കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവനും ദൈവം നമ്മെ അവിടെ ഇവിടങ്ങളായി കാത്ത് പരിപാലിച്ചു, നമ്മെ സൂക്ഷിച്ചു. വരാമായിരുന്ന അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഒക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിച്ചതും സംരക്ഷിച്ചതും ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുകയാണ്. ആമേൻ. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ അന്യോന്യം ഓർത്ത് ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവസഭയാ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ദൈവം സാവകാശം ഒരുക്കിയത് ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. പ്രത്യേക കഴിഞ്ഞൊരാഴ്ചക്കാലം നമ്മുടെ പൊതുപരിപാടികളാകുന്ന കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. നമ്മുടെ കുടുംബയോഗമായിട്ട് എൽദോസച്ചാന്റെ ഭവനത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നമുക്ക് കൂടി വരുവാനും കർത്താവിനെ സ്തുതിപ്പാനുമുള്ള സാവകാശം ദൈവം ഒരുക്കുവാനിടയായി തീർന്നു. അതുപോലെ നമ്മുടെ സോണൽ സൺഡേ സ്കൂളിന്റെ സെന്റർ അടിസ്ഥാനത്തിലുള്ള താലന്ത പരിശോധനയ്ക്കായിട്ട് നമ്മുടെ സഭയിൽ നിന്ന് ചില കുഞ്ഞുങ്ങൾക്കും അതുപോലെ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് പ്രിയ ജസ്റ്റിസും പേരൻസിന്റെ ഭാഗത്ത് നിന്ന് മത്തായി ജാനും പ്രിയ കുഞ്ഞുങ്ങൾക്കും കടന്നു പോകുവാൻ ദൈവം സാവകാശം ഒരുക്കി. അവിടെ നടന്ന പ്രോഗ്രാമിൽ സെന്റർ അടിസ്ഥാനത്തെ സംബന്ധിക്കുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സെന്റർ അടിസ്ഥാനത്തിൽ ചില പ്രൈസുകളൊക്കെ നേടുവാനിടയായി തീർന്നു. ഇവിടുന്ന് പോയ ഒരാൾക്കും ആ തലത്തിൽ വിജയം കരസ്ഥമാക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വെള്ളിയാഴ്ച നമ്മുടെ സഹോദരിമാരുടെ മീറ്റിംഗും ഇവിടെ വെച്ച് നടക്കുവാനിടയായി തീർന്നു. എന്നാൽ സഹോദരിമാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ദൈവസന്നിധാനത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി ചില ക്ഷീണാവസ്ഥയിലുള്ള പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്. ബീനാന്റി ശാരീരികമായി സുഖമില്ലാതെ ആയിരിക്കുന്നു. പ്രത്യേകം ദൈവസഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോമോൻ ക്ഷേമമായി സുഖമായിരിക്കുന്നു എന്നുള്ള വിവരവും അറിയുവാനിടയായി തീർന്നു. ദൈവം അനുവദിച്ച വരുന്ന ദിവസങ്ങളിൽ നാട്ടിൽ നിന്ന് കടന്നു വരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഓർക്കുക. മറ്റ് നമ്മുടെ പ്രയാധിക്യത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളുണ്ട്. അവരും ശാരീരിക ക്ഷീണമൊക്കെ അനുഭവിക്കുന്നവരാണ്. അവർക്ക് ആശ്വാസവും ബലവും ഒക്കെ ദൈവമായ കർത്താവ് കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. അയ്യപ്പെട്ടനെ ചേച്ചി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ കർത്താവിന്റെ സന്നദ്ധയിൽ ആമേൻ അല്പ നിമിഷങ്ങളാണല്ലോ നാം ആയിരിക്കുന്നത്. ആഴ്ചയിൽ നമ്മൾ വേർതിരിച്ചിരിക്കുന്നത് 2.5 മണിക്കൂറാണ്. ആമേൻ ഇടദിവസങ്ങളിൽ എല്ലാ പ്രാർത്ഥനയിലോ ആമേൻ ക്രമീകരിക്കപ്പെടുന്ന കൂട്ടായ്മയിലോ നമുക്ക് സംബന്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ പോലും ഞായറാഴ്ചയിലുള്ള വിശുദ്ധ സഭായോഗം പരമാവധി മുടക്കാതെ ആമേൻ നടക്കുന്ന ആരാധന യോഗങ്ങളിൽ സംബന്ധിക്കണമെന്ന ദൈവനാമത്തിൽ ആമേൻ ഓർപ്പിക്കുകയാണ്. അത് നമുക്ക് അനുഗ്രഹവും ആശ്വാസത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ വിജയ ചേച്ചി ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം വിടുതൽ ദൈവമായ കർത്താവ് പ്രിയ ചേച്ചിക്ക് ദൈവം കൊടുത്തല്ലോ. പൂർണ്ണമാകുന്ന വിടുതലിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്നും ദൈവസന്നിധിയിൽ ഓർപ്പിക്കുകയാണ്. ഈ 119 സങ്കീർത്തനം ആമേൻ 3-ാമത്തെ ആഴ്ചയാണ് നാം വായിക്കുന്നത്. എന്നാൽ ഇതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ വായിച്ചപ്പോൾ തന്നെ എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു ഭാഗമുണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവിന്റെ ആമേൻ ഇടപെടൽ മുഖാന്തരം മറ്റ് തലങ്ങളിലേക്ക് ആമേൻ ദൈവവചനം നമ്മളുമായിട്ട് പരിശുദ്ധാത്മാവ് പങ്കുവെക്കുവാൻ തയ്യാറായതുകൊണ്ട് മറ്റു ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് സാവകാശമൊരുക്കി. ആമേൻ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ എന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ആമേൻ സന്ദേശത്തോടു കൂടിയാണ് 119 സങ്കീർത്തനം ആരംഭിക്കുന്നത്. 119 സങ്കീർത്തനത്തിൽ ആമേൻ എത്ര വാക്യങ്ങൾ ഉണ്ടെന്നറിയാമോ? 176 വാക്യങ്ങളുണ്ട്. അങ്ങനെ വളരെ വിശാലമായ ഒരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. എന്നാൽ ഈ 176 വാക്യങ്ങൾ മനപ്പാഠം പഠിച്ച് കാണാതെ പറയുന്ന മിടുമിടുക്കന്മാരാകുന്ന കുഞ്ഞുങ്ങൾ ആമേൻ നമ്മുടെ സഭകളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ആമേൻ 176 സങ്കീർത്തനങ്ങൾ ആമേൻ വലിയ പ്രായമുള്ളവരൊന്നുമല്ല, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മനപ്പാഠം പഠിച്ച് ആമേൻ അത് വാർത്തകളിൽ ഇടം തേടിയിട്ടുള്ള വാർത്തകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ ദൈവവചനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആമേൻ ഏത് ആമേൻ സാഹചര്യത്തിലും നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ ശക്തീകരിക്കുകയും നമ്മോട് ഇടപെടുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം. ആമേൻ നാം വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു വാക്യം വായിക്കാം. അതിന്റെ 18-ാമത്തെ വാക്യമാണ് 119 സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ തിരുവചനമാണ്. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവമക്കൾ ആരെങ്കിലും ഒരാൾക്ക് വായിക്കാം. അത്ഭുതങ്ങളെ കാണേണ്ടതിന് ശ്രദ്ധിക്കണം. വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും ദൈവാശ്രയത്തോടും കൂടെ ദൈവവചനത്തെ നാം സമീപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ഇടയായി തീരുന്നത്. മറ്റെത്ര വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും ധാരാളം ലൈബ്രറികളുണ്ട്, ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാരുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തത അർഹിക്കുന്ന ഒന്നാണ് വിശുദ്ധ തിരുവചനം. ആമേ തിരുവചനത്തിന്റെ പ്രത്യേകത എന്താണെന്നും ദൈവത്തിന്റെ വചനത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്നുള്ളതിനെ പറ്റിയൊക്കെ നാം ചിന്തിച്ചതാണ്. ആ ഭാഗത്തേക്ക് പോകുവാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഇവിടെ പറയുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ എന്ത് ചെയ്യണമേ? തുറക്കണമേ. സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനയുടെ വാക്കുകളാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ എന്ത് ചെയ്യണമേ? ഒന്ന് തുറക്കണമേ. സ്തോത്രം. ഈ സങ്കീർത്തനക്കാരന് കാഴ്ച ശക്തിയില്ലാത്ത ഒരു അന്ധനായ കുരുടനായ ഒരു മനുഷ്യനാണെന്ന് ആരും വിചാരിക്കരുത്. തന്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്. ദൈവം അതിനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ദൈവമനുഷ്യനാണ്. പക്ഷേ
ആമൻ താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ആമൻ ആത്മീക അതിന്റെ വശം എന്ന് പറയുന്നത് നിന്റെ ന്യായ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ നന്മകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ആമൻ എന്താ പറയുന്നറിയാമോ? ആമൻ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ എനിക്ക് കാണണമെങ്കിൽ എന്റെ അക്ഷരീകമാകുന്ന കണ്ണുകളിനേക്കാൾ അപ്പുറമായിട്ട് എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ അങ്ങൊന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. പിള്ളേരൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആമേൻ, സ്തോത്രം. അപ്പൊ നോക്കിയ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ എന്റെ ദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. സ്തോത്രം. ആമേൻ. ദൈവവചനത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടെങ്കിലും അടയാളങ്ങൾ ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നും അവൻ നിത്യത പ്രാപിക്കേണ്ടതിന് എന്തൊക്കെ ചെയ്യണമെന്നും അവൻ യേശു കർത്താവ് മുഖാന്തരം മാനവജാതിക്ക് ഒരുക്കിയ രക്ഷ എങ്ങനെ കൈവശമാക്കണമെന്നും ആമൻ വളരെ ആമൻ പ്രാധാന്യം അർഹിക്കുന്ന ആമൻ വചനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. ആമേൻ. എന്നാൽ പലർക്കും അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കേൾക്കാത്തത് കൊണ്ടല്ല, ഇത് വായിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ പലർക്കും അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വിശ്വസിക്കാൻ കഴിയുന്നില്ല. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, പിശാച് അവരുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ കണ്ണുകളെ എന്ത് ചെയ്തിരിക്കുക? കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് എപ്പോഴാണ് കാഴ്ചശക്തി തിരികെ ലഭിക്കുന്നത്? ആ ഹൃദയത്തിന്റെ ദൃഷ്ടി എപ്പോഴാണ് പ്രകാശിക്കുന്നത്? ആ സമയത്ത് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ പ്രാർത്ഥനയിൽ എനിക്ക് ആവശ്യമായിരിക്കുന്നത് ഒത്തിരി ആവശ്യങ്ങൾ എന്റെ മുൻപിലുണ്ട്. പക്ഷെ ആ ആവശ്യങ്ങളെക്കാൾ ആമൻ താൻ കാണുന്ന ആവശ്യമെന്ന് പറയുന്നത് ആമനായ പ്രമാണത്തിലെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ എനിക്കൊന്ന് ഗ്രഹിക്കാൻ കഴിയണം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഒത്തിരി വിഷയങ്ങളുണ്ട്. ആമ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇല്ലാത്തവരോ പ്രശ്നങ്ങളില്ലാത്തവരോ ആരും ഇവിടെ വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മുടെ പ്രശ്നങ്ങൾക്കല്ല നാം പ്രാധാന്യം കൊടുക്കേണ്ടത്, നാം നേരിടുന്ന വിഷയത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ദൈവത്തിന്റെ വചനത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോട് സ്തോത്രം ചെയ്യാ. പ്രശ്നത്തെക്കാൾ അപ്പുറം നാം നേരിടുന്ന വെല്ലുവിളികളെക്കാൾ അപ്പുറത്ത് ആമൻ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. മനുഷ്യന്റെ വെല്ലുവിളികളും മനുഷ്യന്റെ ഗൂഢാലോചനകൾക്കും മനുഷ്യന്റെ പദ്ധതികൾക്കുമൊക്കെ നാം കാതുകൊടുത്തു പോയാൽ നമ്മൾ മാനസികമായി തകരും. മാനുഷികമായി നാം ക്ഷീണിച്ചു പോകും. ആത്മീകമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? തളർന്നു പോകുവാനിടയായി തീരും. സ്തോത്രം. അപ്പൊ നോക്കി ഇവിടെ പറയുകയാണ്, നിന്റെ ന്യായപ്രമാണത്തില് അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണിനെ എന്ത് ചെയ്യണം? എന്റെ കണ്ണുകളെ തുറക്കണമേ. സ്തോത്രം. ഒരു കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ആത്മീക കാഴ്ചപ്പാട് ദൈവമേ എനിക്ക് തരണം. സ്തോത്രം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഈ സങ്കീർത്തനം നാം വായിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഹൃദയം തുറന്ന് ഒന്ന് പറയാൻ കഴിയണം, ദൈവമേ എന്റെ ആത്മീക കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റം എനിക്ക് തരണം. സ്തോത്രം. എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റം എനിക്ക് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. നോക്കി 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം
6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ എലീശ പ്രാർത്ഥിച്ചു. യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണം. എലീശയുടെ ഇപ്പോഴത്തെ പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് അറിയാമോ? തന്റെ ബാല്യക്കാരനാകുന്ന ഗേഹസിയുടെ കണ്ണുകൾക്കൊരു കാഴ്ച ശക്തി കൊടുക്കണം. സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. അടുത്തത്, യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. അടുത്തത്, എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുകയാ. സ്തോത്രം. എലീശ പ്രവാചകനെ ബന്ധസ്ഥനാക്കി പിടിച്ചു കൊണ്ടുപോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ശത്രു സൈന്യത്തിന്റെ നടുവിലാണ് ആര് നിൽക്കുന്നത്? എലീശ നിൽക്കുന്നതെന്ന് ആര് കണ്ടു? ബാല്യക്കാരൻ കണ്ടു. പക്ഷേ അതിന്റെ നടുവിൽ സ്വർഗസ്ഥനാകുന്ന ദൈവം തന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് ആർക്ക് കാണാൻ പറ്റിയില്ല? ബാല്യക്കാരന് കാണാൻ പറ്റിയില്ല. സ്തോത്രം. രണ്ടു പേർക്കും രണ്ട് കാഴ്ചപ്പാടുകളായിരുന്നു. സ്തോത്രം. ബാല്യക്കാരന്റെ കണ്ണുകൾ ചെന്നുടക്കിയത് എലീശയെ രക്ഷിക്കാൻ വന്നു നിൽക്കുന്ന രഥങ്ങളെയും മറ്റ് ദൈവത്തിന്റെ സംരക്ഷണത്തെ കാണാൻ കഴിയാതെ അവന്റെ കണ്ണുകൾ എന്ത് ചെയ്തിരിക്കുകയാണ്? മൂടപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ആ സ്ഥാനത്ത് ഭക്തൻ കാണുന്നത് എന്താണെന്നറിയാമോ? ചുറ്റും പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നു നിൽക്കുന്ന ശത്രു സൈന്യം ഒരു ഭാഗത്തുണ്ടെങ്കിലും അതിന്റെ നടുവിൽ സ്വർഗം തുറന്നിരിക്കുന്ന വഴിയാണ് ഒരു ഭക്തൻ കണ്ടത്. ഇന്ന് പകൽക്കാലം ഒരു ആത്മീയ ദൂതിയാൻ നിങ്ങളുടെ മനസ്സിനെ തട്ടിയുണർത്തുന്ന ഒരു ദൂതിയാൻ കൈമാറാം. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ വാടകോരി ഇല്ലാതാക്കുവാൻ നിൽക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികളെ ആയിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ദർശിക്കുന്നത്, പ്രതിസന്ധികളായിരിക്കാം നിങ്ങൾ കാണുന്നത്. എന്നാൽ ഞാൻ വിളിച്ചു പറയാം, അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു വഴിയുണ്ട്. അത് കാണാനുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ പ്രശ്നങ്ങളെ കണ്ട് മടുത്തിരിക്കുന്നവരാണ്. പ്രശ്നങ്ങളുടെ നടുവിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും മറു സൈഡിൽ ദൈവം തുറക്കുന്ന ഒരു വഴിയെ കുറിച്ചുള്ളതാണ് തന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് ആര് കണ്ടു? ബാല്യക്കാരൻ കണ്ടു. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ ഇതുവരെ കാണാത്തത് അവൻ കണ്ടു. എങ്ങനെ കണ്ടു? അവന്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ. ഇന്ന് പകലിൽ നമുക്ക് രണ്ട് കണ്ണ് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അതിന് നല്ല കാഴ്ചയും തന്നിട്ടുണ്ട്. പോരാങ്കിൽ നമ്മൾ അതിനെ ഒന്ന് പവർ കൂട്ടാൻ വേണ്ടി സ്തോത്രം ചില ഗ്ലാസുകളൊക്കെ പല കമ്പനികളുടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മുഖത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അതിന് നമ്മൾ ദൈവത്തിന് സ്തോത്രം കൊടുക്കണം. കർത്താവ്, ഇത്രയും പ്രായമായിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച കുറയാതെ കണ്ണടി വെച്ചിട്ടാണെങ്കിലും എനിക്ക് കാഴ്ച തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമുക്ക് പറയാം, കർത്താവേ, അത് മാത്രം എനിക്ക് പോരാ. ഈ കാഴ്ച മാത്രം എനിക്ക് പോരാ. ഈ കാഴ്ച കൊണ്ട് ലോകത്തിലുള്ള സംഭവങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ബാല്യക്കാരന്റെ തുറന്ന കണ്ണെന്ന് പറയുന്നത് അവന്റെ ഹൃദയദൃഷ്ടിയാണ്. അവന്റെ ഹൃദയദൃഷ്ടി തുറന്നു കഴിഞ്ഞപ്പോൾ മുൻപേ അവന് കാണാൻ പറ്റാത്തത് ചിലത്, മലകൾ നിറഞ്ഞിരിക്കുന്നത്
അവന് കാണാൻ കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ദൂതിയാൻ പറയാ, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ ആത്മാവിൽ ഇന്ന് പകൽക്കാലം കാണുന്ന ദൈവമൊക്കെ സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴികൾ ഓർത്ത് സ്തോത്രം ചെയ്യണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്ന വഴി വിശ്വാസത്താൽ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യുവാൻ കഴിയണോ? ആമേൻ. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, എന്റെ കുഞ്ഞിന് വേണ്ടി ദൈവം തുറന്ന വഴിക്കായി സ്തോത്രം. ആമൻ. എന്റെ സ്തോത്രം വീടിന്റെ കാര്യത്തിന് വേണ്ടി ദൈവം തുറന്ന വഴിക്കായി സ്തോത്രം. എന്റെ സഭയ്ക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴിക്കായി സ്തോത്രം. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോകുന്ന എല്ലാ വഴികൾക്കായി നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവൻ നോക്കി, ആ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ അതുവരെ കാണാൻ പറ്റാത്ത ചിലത് അവൻ ആ മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പൊ സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥനയുടെ മർമ്മം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കുവാനിടയായി തീരണം. സ്തോത്രം. ആത്മീകരെ സംബന്ധിച്ചിടത്തോളം ഈ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ആത്മീയ ഗോളത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. ആത്മീകരാകുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ആത്മീക ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? നിൽക്കാൻ കഴിയുകയുള്ളൂ. കാരണം എന്തെന്നറിയാമോ? നമ്മളൊരു പാസ്റ്ററെ കണ്ടിട്ടല്ല വിശ്വാസത്തിൽ വന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ വിശ്വാസത്തിൽ വന്നത്. അതിന്റെ അപ്പുറത്ത് എന്റെ ദൈവത്തെ ഞാൻ കണ്ടിറങ്ങിയതാണെന്നുള്ള ഒരു ആത്മബോധം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ, ഈ കൃപയുടെ അനുഭവത്തിൽ നിന്ന് നിനക്കൊരു സ്റ്റെപ്പ് പോലും പുറകിലേക്ക് പോകാൻ കഴിയുകയില്ല. ചിലര് പറയത്തില്ല, പാസ് പോയാൽ ഞങ്ങളും പോകുമെന്ന്. സ്തോത്രം. ഇന്നാര് പോയാൽ ഞങ്ങളും പോകും, അവരില്ലെങ്കിൽ ഞങ്ങളില്ല. അങ്ങനെയല്ല. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവനെ സംബന്ധിച്ചിടത്തോളം എന്നെ വിളിച്ചത് എന്റെ ദൈവമാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവന്റെ അകത്തുണ്ടാകും. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആരൊക്കെ പോയാലും ഞങ്ങൾ ഇവിടെ കാണും. എന്താ കാരണം എന്നറിയാമോ? എന്റെ ദൈവത്തെ കണ്ടിറങ്ങിയതാ ഞാൻ. അവൻ ആ ദൈവത്തെ കണ്ടിറങ്ങിയവർക്ക് അവൻ ആര് പോയാലും ആര് വന്നാലും വന്നില്ലെങ്കിലും ഈ കർത്താവിനെ വിട്ട് ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോകാൻ കഴിയത്തില്ല. അതിനെന്ത് പ്രകാശിക്കണം? ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ആര് തന്നാലും തന്നില്ലെങ്കിലും, ആര് സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും എന്റെ ദൈവമാണെന്ന് വിളിച്ചതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ അകത്ത് കത്താനിടയായി തീരണം. വളരെ ശക്തമായി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോടും എന്നോടും ഇടപെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വചനം ഇരുവായുത്തലയുള്ള വാളാണ്. അത് നമ്മോട് ഇടപെടൂ, അത് നമ്മോട് സംസാരിക്കൂ, അത് നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളെ തുളച്ചു ചെല്ലത്തക്കവണ്ണമുള്ള ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായത്തിന്റെ 11 കൂടി ചേർത്തൊന്ന് വായിച്ചാട്ടെ. 6:11. ഇത് ഹേതുവായി. ഏത് ഹേതുവായി? അതിന് മുൻപിലുള്ള വാക്യം നമുക്ക് പിന്നീട് വായിക്കാം. ഇത് ഹേതുവായി ആരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. ആരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അടുത്തത്, അവൻ ഭൃത്യന്മാരെ വിളിച്ചു അവരോട് നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു. ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരാണ്ടുണ്ടെന്ന് അരാൻ രാജാവ് ഭൃത്യന്മാരെ വിളിച്ചു പറയുക. എന്താ കാരണം എന്നറിയാമോ? അരാൻ രാജാവ് ഒരുക്കുന്ന പദ്ധതികളൊന്നും എന്ത് ചെയ്യുന്നില്ല? വിജയിക്കുന്നില്ല. സ്തോത്രം. ശത്രു ഒത്തിരി പദ്ധതികൾ എന്ത് ചെയ്യും? ഒരുക്കും. ശത്രു ഒരുക്കുന്ന പദ്ധതികൾ വെളിച്ചത്തല്ല അവൻ ഒരുക്കുന്നത്, ഇരുട്ടിന്റെ മറവിലാണ് ഒരുക്കുന്നത്. സ്തോത്രം. ഇരുട്ടിന്റെ മറവിൽ ഒരുക്കുന്ന സാത്താന പദ്ധതികളെ ജയിക്കുന്നത് എങ്ങനെയാണ്? രാത്രിയുടെ യാമങ്ങളിൽ ദൈവമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം
ഇരുട്ടിന്റെ മറവിൽ ശത്രു ഒരുക്കുന്ന പദ്ധതികളെ അവൻ ആത്മാവിൽ ജയിക്കുവാനിടയായി തീരും. സ്തോത്രം. അവൻ നോക്കിയേ, അവൻ അരാൻ രാജാവിന്റെ പദ്ധതികൾ ഓരോന്നും ആര് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക? ഇസ്രായേൽ രാജാവ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അതെങ്ങനെ തിരിച്ചറിയുന്നേ? ആമൻ സ്തോത്രം. അപ്പൊ രാജാവ് ചിന്തിച്ചപ്പോ രാജാവിന്റെ ചിന്തയിൽ വന്ന കാര്യം, നമ്മുടെ കൂടുള്ള ആരോ ഒറ്റുകാർ നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. നമ്മൾ ഇവിടെ ഒരു കാര്യം രഹസ്യമായിട്ടോ അല്ലെങ്കിൽ ചർച്ചക്കാർ മാത്രം അറിയാനുള്ള കാര്യങ്ങളോ ചർച്ച ചെയ്ത് നമ്മളെ പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുൻപേ അത് അറിയേണ്ടിടത്തെത്തും. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്നതുപോലെ രാജാവ് നോക്കിയപ്പോ രാജാവും ഭൃത്യന്മാരും കൂടി ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ആരറിഞ്ഞ് പ്രവർത്തിക്കുക? നിങ്ങൾ ഇവിടെ അല്ലേ? ഇസ്രായേൽ രാജാവ്. സ്തോത്രം. അപ്പൊ ഇത് അറിയണമെങ്കിൽ ആരോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒറ്റിക്കൊടുക്കുന്നുണ്ട്. ചാരന്മാരാരോ ഈ കൂട്ടത്തിലുണ്ട്. അവരെ പിടിക്കണമെന്ന് ആര് പദ്ധതി ഒരുക്കുക? രാജാവ് പദ്ധതി ഒരുക്കുക. ഇനി അതിന്റെ 10ാമത്തെ വാക്യം കൂടി ചേർത്ത് വായിച്ചോ. 10ാമത്തെ വാക്യം. ദേവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് എന്ത് ചെയ്തു? ഏറ്റവും കലങ്ങി. അതിന്റെ 12ാമത്തെ വാക്യം. 12. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ വളരെ ശ്രദ്ധിച്ചു കേട്ടോണം. യജമാനനായ രാജാവേ, കാര്യം അങ്ങനല്ല, അങ്ങ് പറയുന്നത് പോലല്ല അതിന്റെ വഴി. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. അങ്ങ് പറയുന്നത് പോലല്ല കാര്യം. പിന്നെങ്ങനാ? നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ നിന്റെ വീടിന്റെ റൂമിന്റെ അകത്ത് നോക്കി വളരെ ശ്രദ്ധിക്കണം. അരാം രാജാവിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കിടക്കുന്ന റൂമിന്റെ ഉള്ളിൽ സംസാരിക്കുന്ന വാക്കുകൾ പോലും ഇസ്രായേലിലെ പ്രവാചകനായ ഏലീശ എന്ത് ചെയ്യുക? ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അരാം രാജാവിന്റെ കൊട്ടാരത്തിൽ താൻ കിടക്കുന്ന റൂമിന്റെ അകത്ത് സംസാരിക്കുന്ന കാര്യം പോലും ആർക്കറിയാമെന്ന്? ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ അറിയാമെന്ന്. എന്ന് പറഞ്ഞ രാജാവേ, അങ്ങൊരുക്കുന്ന എന്തു പദ്ധതികളാണെങ്കിലും അപ്പപ്പോൾ തിരിച്ചറിയുന്ന ഒരു പ്രവാചകൻ അവിടെ ഉണ്ട്. ഇന്ന് അങ്ങനത്തെ പ്രവാചകന്മാരില്ലാത്തോണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. സ്തോത്രം. നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ എന്തൊക്കെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും പ്രസംഗത്തിന്റെ മുന്നിലാണെങ്കിലും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എന്തൊക്കെയാണെന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്കോ അടുത്തിരിക്കുന്ന അച്ഛനോ അമ്മാമയ്ക്കോ അറിയത്തില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കത്തില്ലായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് അത്രയ്ക്ക് കൃപയുള്ള പ്രവാചകന്മാരൊന്നും എന്തില്ല നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതിനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കി ഇങ്ങനെ പ്രവാചകൻ അപ്പപ്പോൾ അരാം രാജാവിന്റെയും സൈന്യത്തിന്റെയും പരിപാടികളും പദ്ധതികളും ഒക്കെ പ്രാർത്ഥനാ റൂമിൽ ഏലീശയ്ക്ക് വെളിപ്പെടുകയാ. സ്തോത്രം. ഒരിക്കൽ പത്രോസിന്റെ അടുക്കൽ അനന്യാസും സഫീറയും വന്നു. നിങ്ങൾക്കറിയാം സംഭവം. ആദിമ നൂറ്റാണ്ടിലെ സഭയിലെ ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു ഭക്തനാകുന്ന മനുഷ്യന്റെ അടുക്കൽ പത്രോസിന്റെ അടുക്കൽ വന്നു, അല്ലേ? എന്നിട്ട് അന്ന് എല്ലാവരും പൊതുവകയായിട്ട് എണ്ണുന്ന ഒരു സംഭവം